അർച്ചന ചേച്ചി LLB സീരിയലിൻ്റെ ലേറ്റസ്റ്റ് പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ചന്ദ്ര വിചാരിച്ച പോലെ തന്നെ കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. അതിന് വേണ്ടിയിട്ടാണ് രുക്കു ഈ നാടകങ്ങളെല്ലാം നടത്തിയത്. കാരണം രുക്കുവിനെ അമ്പാട്ട് വീട്ടിൽ നിന്നും ചന്ദ്രകാന്തത്തിലേക്ക് പോകണം. അതിന് വേണ്ടിയിട്ടാണ് രുക്കു അത് അച്ചുവിനെയും കൂട്ടി തന്നെ പോകണം. അതിന് വേണ്ടിയിട്ടാണ് ഈ പ്ലാനുകളെല്ലാം ചെയ്ത് അത് നടപ്പാകാൻ പോവുകയാണ്. അർച്ചനയോട് പറയുകയാണ്, ഞങ്ങളെ എന്തായാലും ഇവിടെ നിന്നും പോവുകയാണ് എന്നിങ്ങനെ പറയും. ഇവിടെ നിന്ന് പോവാനോ, എവിടേക്കാടാ നീ പോണത് ഇവളെയും കൊണ്ട് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഞങ്ങൾ മനസമാധാനത്തോടെ പോവുകയാണ്. എൻ്റെ ഭാര്യയെ ഇവിടെ നിർത്താൻ എനിക്ക് വിശ്വാസക്കുറവാണ്. അതുകൊണ്ട് ഞാൻ പോവുകയാണ്, രുക്കുവിൻ്റെ കൂടെ ഞാൻ പോവുകയാണ് എന്ന് അച്ചു അർച്ചനയോട് പറയണം കേട്ടോ. എന്താ മോനെ നീ ഈ പറയുന്നത് എന്ന് ചോദിക്കുകയാണ്. എന്നെ ഇനി തടയരുത്, ഞാൻ പോവുകയാണ് ചന്ദ്രകാന്തത്തേക്ക് എന്ന് പറയണം കേട്ടോ. അർച്ചന അതിനുശേഷം രുക്കുവിനോടും പറയുന്നുണ്ട്. അവരൊന്നും കേൾക്കാതെ എല്ലാ ബാഗും ലഗേജും എല്ലാം എടുത്തിട്ട് പുറത്തേക്ക് വരികയാണ് കേട്ടോ. എല്ലാവരും വരികയാണ്. മുകുന്ദനും അനന്തവും എല്ലാവരും വരുമ്പോൾ തന്നെ അച്ചു ആര് പറഞ്ഞതും കേൾക്കുന്നില്ല കേട്ടോ. അതിനുശേഷം അർച്ചന കരഞ്ഞുകൊണ്ട് പറയുകയാണ്, മോനെ നീ ഒന്ന് മനസ്സിലാക്ക്, നീ ഈ വീട്ടിൽ നിന്നും ഇവളെയും വിളിച്ചിട്ട് ചന്ദ്രകാന്തത്തേക്ക് പോകരുത്. നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലേ, പോകണ്ട മോനെ. ഇനി ഒരിക്കലും അങ്ങനെ ആരുടെ ഭാഗത്തു നിന്നും അവളോട് ഒരു തെറ്റായ രീതിയിലും ആരും ഒന്നും പ്രവർത്തിക്കില്ല. പിന്നെ അവളെ ഒറ്റപ്പെടുത്തി എന്ന് നിനക്ക് തോന്നുകയാണ്. ഇവിടെ ആരും അങ്ങനെ ഒറ്റപ്പെടുത്തിയിട്ടില്ല മോനെ. നീ ഒരിക്കലും ഇവളെയും കൊണ്ട് പോവരുത് എന്ന് അർച്ചന കരഞ്ഞുകൊണ്ട് അച്ചുവിനോട് പറയണം കേട്ടോ. പക്ഷേ അച്ചു അതൊന്നും കേൾക്കണില്ല. അച്ചു കൈ കുടഞ്ഞിട്ട് പോകാൻ നിൽക്കണം. അച്ചുവിൻ്റെ മനസ്സിങ്ങനെ കുറച്ച് അലിയണ നേരത്ത് പെട്ടെന്ന് തന്നെ രുക്കുവിൻ്റെ മുഖഭാവം മാറുകയാണ് കേട്ടോ. അച്ഛനെ ചേച്ചി പറയുന്നത് കേൾക്കുമെന്ന് രുക്കുവിന് മനസ്സിലൊരു തോന്നുകയാണ്. അതേസമയം അച്ചുവിനോട് രുക്കു ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ. അതേപോലെ മുകുന്ന സാധനങ്ങളൊക്കെ എടുത്ത് വെക്കുമ്പോൾ അച്ചുവിനോട് പറയണ്ടേ, എടാ നീ ഒന്നുകൂടെ ആലോചിച്ചതിന് ശേഷം നീ പോയാൽ മതി. നീ പെട്ടെന്നൊരു തീരുമാനം എടുത്തിട്ട് നീ പോവണ്ട, രുക്കുവിൻ്റെ കൂടെ പോവണ്ട എന്ന് പറയുമ്പോൾ അച്ചു കരഞ്ഞുകൊണ്ട് തിരിച്ച് പറയണ്, നിങ്ങൾ എനിക്കൊരു മനസമാധാനം തരൂ. ഞങ്ങൾ എവിടെയെങ്കിലും പോയി ജീവിച്ചോട്ടെ, ഞങ്ങളെ ഇങ്ങനെ ശല്യം ചെയ്യരുത്. അതുപോലെ ഞങ്ങളെ ഉപദ്രവിക്കുകയും വേണ്ട. ഞാനും എൻ്റെ ഭാര്യയും കൂടി മനസമാധാനത്തോട് പോയി ജീവിക്കട്ടെ, അതിനനുവദിക്കുന്നു എന്ന് പറയണം കേട്ടോ. അതിനുശേഷം മുകുന്ദനെ വീണ്ടും സംസാരിക്കാൻ നിൽക്കുമ്പോൾ രുക്കു മുകുന്ദനെ കൈ പിടിക്കുകയാണ്. വേണ്ട, ഞങ്ങളെ ഇനി ആരും തടുക്കണ്ട, ഞങ്ങൾ പോവുകയാണ് എന്ന് പറഞ്ഞതിന് ശേഷം എല്ലാ സാധനങ്ങളും അവരെടുത്ത് കാറിൽ വെച്ചിട്ട് അവർ പോവുകയാണ് കേട്ടോ. അതിനുശേഷം ചന്ദ്രകാന്തത്തിൽ വന്നതിന് ശേഷം അച്ചുവിന് അമ്പാട്ട് വീട്ടിലെ അർച്ചന ചേച്ചിയുടെ വില എന്താണെന്ന് മനസ്സിലാവാൻ പോകുന്നത്.